ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന, ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ പതിവായി ചിന്തിക്കുന്നതാണല്ലോ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ വെച്ച് മൊഴിഞ്ഞ 7 മൊഴികൾ. മനുഷ്യജീവിതത്തിൻ്റെ ആഴവും പരപ്പും നിലനിൽപ്പിൻ്റെ സാധ്യതകളുമൊക്കെ വിശാലമായി വിസ്തരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 7 മൊഴികളും. കർത്താവ് തൻ്റെ തീക്ഷ്ണമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് കേവലം പ്രസംഗങ്ങളോ ആശയോ സംഹിതകളോ ആയിരുന്നില്ല. ക്രിസ്തു അനുഭവിച്ച തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പങ്കിടൽ കൂടെയായിരുന്നു. ഈ 7 മൊഴികളിൽ ഒന്നാമതായി ക്രിസ്തു പറഞ്ഞത് ഒരു പ്രാർത്ഥനയാണ്. എതിർത്തവരുടെ അട്ടഹാസങ്ങളുടെയും സ്നേഹിച്ചവരുടെ ആർത്തനാദങ്ങളുടെയും മധ്യേ യേശുക്രിസ്തു മൊഴിഞ്ഞ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, ഭൂമി ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സർവാശ്ലേഷിയായ ദൈവസ്നേഹത്തിൻ്റെ ഉൾപ്പൊരുൾ വെളിപ്പെടുത്തുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാസകലം ഒന്ന് പഠിച്ചിട്ട് ഒരു ഹൈന്ദവ ധ്യാനഗുരു ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രസ്താവം ഇങ്ങനെയാണ്: കരുണ എന്നൊരൊറ്റ വാക്കിൽ ആ ജീവിതത്തെ നമുക്ക് വരച്ചിടാം എന്നാണ്. കരുണ എന്നൊരൊറ്റ വാക്കിൽ ആ ജീവിതത്തെ നമുക്ക് വരച്ചിടാം. കരുണ എന്ന ഈ പദം വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ്. പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ കരുണ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം റഹം എന്ന വാക്കാണ്. ഈ പദം അതിൻ്റെ മൂലാർത്ഥത്തിൽ ഗർഭപാത്രം എന്ന അർത്ഥമാണ് ആ വാക്കിനുള്ളത്. എന്തുകൊണ്ടാണ് ഈ കരുണ എന്ന വാക്കിന് ഗർഭപാത്രം എന്ന ഈ ഒരു ആശയവുമായി ബന്ധമുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി പിറക്കുമ്പോൾ അവളുടെ ഉദരത്തിൽ 2-3 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു കുഞ്ഞ് അവയവത്തിൻ്റെ പേരാണ് വൂമ്പ് അഥവാ ഗർഭപാത്രം എന്നുള്ളത്. എന്നാൽ ഈ പെൺകുട്ടി വലുതായി ഒരൊത്ത സ്ത്രീയായി വിവാഹം കഴിഞ്ഞ് അവൾ ഗർഭവതിയാകുമ്പോൾ 2-3 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞിനെ വഹിക്കാൻ തക്കവണ്ണം ആ അവയവം വലുതും വിശാലവുമായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലതയുടെ പേരാണ് ക്ഷമ അഥവാ കരുണ എന്നുള്ളത്. ഉപദ്രവിച്ചവരെയും നമുക്കെതിരെ നിൽക്കുന്നവരെയും വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചവരെയും നമ്മൾ അംഗീകരിക്കാത്തവരെയും എല്ലാവരെയും ആർദ്രചിത്തതയോടുകൂടെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലതയുടെ പേരാണ് കരുണ. ഈ കരുണാരസം തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഉൾക്കാമ്പ്. യേശു പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ വാക്യത്തിൽ പറയുന്ന ഇവർ, ഈ ഒരു പ്രയോഗത്തിൽ ഇടം പിടിച്ചവർ ആരൊക്കെയാകാം? ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, മേ ബി യേശുക്രിസ്തുവിൻ്റെ ഉടലിൽ കുത്തി, കാർക്കിച്ച്, തുപ്പി, അട്ടഹാസങ്ങൾ അരുളി അവിടെ നിന്ന പടജനമാകാം. പക്ഷെ അവർ മാത്രമല്ല കാര്യം. ഈ പടജനം കേവലം ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ച പാവം മനുഷ്യരാണ്. ഇവർ മാത്രം തന്നെ ആകണമെന്നില്ല. യേശുക്രിസ്തുവിനെ വിധിക്കുകയും വധിക്കുകയും ചെയ്ത പുരോഹിതന്മാരോ യഹൂദ പ്രമാണികളോ അല്ലെങ്കിൽ സർക്കാർ റോമൻ ഒഫീഷ്യൽസോ ഒക്കെ ആകാം. അവരും ഈ പ്രാർത്ഥനയുടെ പങ്ക് പറ്റുന്നുണ്ടാകാം. 3 ആണ്ട് ഒപ്പം നിന്ന് ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള സ്നേഹത്തിൻ്റെ തണലിൽ വസിച്ചിട്ട് ഒരു ചുംബനം കൊണ്ട് നൊമ്പരമേൽപ്പിച്ച ആ ശിഷ്യനും ഈ പ്രാർത്ഥനയിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാം. എന്തിനേറെ പറയണം, 3 പേർ ഒരുമിച്ച് കൂടിയപ്പോൾ വീണ്ടും വിചാരമില്ലാതെ തള്ളിപ്പറഞ്ഞ ആ ശിഷ്യനും ഈ പ്രാർത്ഥനയിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാം. മാത്രമല്ല, ഇനിയും ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നവരും കർത്താവിൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടാകാം. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഏവരും അറിയേണ്ടത് നമ്മെ ദ്രോഹിക്കുന്നവരുടെ അറിവില്ലായ്മകളെക്കുറിച്ചാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസ് നടത്തിയ ഉജ്ജ്വല പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 3:17 അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു.
നിങ്ങൾ അറിയായിക കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. പിന്നത്തേതിൽ പൗലോസ് ഒരു പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, പ്രവാചകരുടെ വചനം തിരിച്ചറിയാത്തവരാണ് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രവാചകരുടെ സൂക്തങ്ങൾ തിരിച്ചറിയാത്തവരാണ് അവനെ ശിക്ഷയ്ക്ക് വിളിച്ചത്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നവർക്ക് പോലും അവരുടെ പിന്നിൽ ഒരു അറിവില്ലായ്മയുണ്ട് എന്ന് കരുതുന്ന ഒരു മനോവിശാലതയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ നിഴലിച്ച് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ധ്യാനഗുരു പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ദ്രോഹിക്കുന്നവർ അറിയാതെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ അറിയാതെ പോകുന്നു. എന്നോടും അവരോടും ക്ഷമിക്കണമേ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവകഥ ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ അവൾ നാട്ടുകാർ ചേർന്ന് പിടിച്ചു. കാരണം മറ്റൊന്നുമല്ല, 20-ാമത്തെ വയസ്സിൽ അവൾ ഗർഭവതിയാണ്. ആരാണ് ഉത്തരവാദിയെന്ന് അവൾ പറയുന്നില്ല. ഒരുപാട് വീട്ടുകാർ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അത് ഹക്കുയിൻ എന്ന ഗുരുവാണ്. ഹക്കുയിൻ എന്ന ഗുരുവാണ് തൻ്റെ ഉദരത്തിലെ ഈ ജീവൻ്റെ തുടിപ്പിന് കാരണം എന്നവൾ പറഞ്ഞു. ഹക്കുയിൻ ആ നാട്ടിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്നൊരു ഗുരുവാണ്. ഇത് കേട്ട മാത്രയിൽ തന്നെ ആൾക്കൂട്ടം അവിടെ കൂടി എല്ലാവരും വടിയും വാളുമായിട്ട് ഹക്കുയിൻ്റെ കുടിലിലേക്ക് നടത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി പറയുകയാണ്, അവളുടെ ഉദരത്തിലൊരു ജീവനുണ്ട്, അതിന് ഉത്തരവാദി നീയാണ്, ഈ പെൺകുട്ടിയെ നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഹക്കുയിൻ പറഞ്ഞു, അതെയോ, ഞാൻ ഓക്കെയാണ്. ആ പെൺകുട്ടിയെ സ്വീകരിച്ചിട്ട് ഗുരു ധ്യാനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു. വിറക് വെട്ടാൻ പോയി. എല്ലാ ദിവസവും വിറക് വെട്ടി വിറ്റു. എന്നിട്ട് സമ്പാദിച്ചു, കുടുംബത്തെ പുലർത്തി. 6 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. കൊടിയ കുറ്റബോധം കൊണ്ട് അവൾ അസ്വസ്ഥപ്പെടുകയാണ്. ഒരു രാത്രിയിൽ കുറ്റബോധത്തിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അവളുടെ മാതൃഗൃഹത്തിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഹക്കുയിനല്ല അതിന് കാരണക്കാരൻ, ഹക്കുയിനല്ല കാരണക്കാരൻ. പിന്നെ ആര്? അവൾ പറഞ്ഞു, അത് ഇതുവഴി വന്ന ഒരു കച്ചവടക്കാരനാണ്. ഈ നാട്ടുകാർ വീണ്ടും ആൾക്കൂട്ടമായി കൂടി. അവർ ഒരുമിച്ച് ഹക്കുവിൻ്റെ അടുത്ത് പോയി. ഇതിൽ പറഞ്ഞു, ക്ഷമിക്കണം ഗുരു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അങ്ങല്ല കാരണക്കാരൻ, അത് വേറൊരു കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞു. ഹക്കുവിൻ പറഞ്ഞു, അതെയോ, ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രൂശിതൻ്റെ സമാനതകളില്ലാത്ത ഈ പ്രാർത്ഥന നമ്മളെയും അസ്വസ്ഥപ്പെടുത്തുന്നു, നമ്മളെയും ഡിസ്റ്റർബ് ചെയ്യുകയാണ്. കാര്യം, എല്ലാം മറക്കാനും എല്ലാം പൊറുക്കാനും കഴിയുന്നൊരു പ്രാർത്ഥനക്കാരനാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് പ്രസക്തമായൊരു ചോദ്യം. എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു പ്രാർത്ഥനക്കാരനാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇങ്ങനെ പറയാറുണ്ട്, ഇരുമ്പ് ശക്തമാണ്, എന്നാൽ അഗ്നി അതിനെ ഉരുക്കും. അഗ്നി ശക്തമാണ്, എന്നാൽ വെള്ളം അതിനെ കെടുത്തും. വെള്ളം ശക്തമാണ്, അത് മേഘങ്ങളിൽ തങ്ങി നിൽക്കും. മേഘങ്ങൾ ശക്തമാണ്, എന്നാൽ കാറ്റ് അതിനെ നീക്കും. കാറ്റ് ശക്തമാണ്, എന്നാൽ മലകൾ അതിനെ തടയും. അതുപോലെ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും പകയും ശക്തമാണ്, ക്ഷമ അതിനെ കെടുത്തും. ഇന്നോളം ലോകത്തിലുണ്ടായ പോരാട്ടങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ, എൻ്റെ ശരിയാണ് ശരി എന്നുള്ളതിന് വേണ്ടിയാണ് എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. WAR, വാർ എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. വി ആർ റൈറ്റ്, ഞങ്ങൾ ശരിയാണ്, ഞാൻ ശരിയാണ്. ഈ പിടിവാശിയും ശാഠ്യവുമാണ് പല ബന്ധങ്ങളും ഉലച്ചിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന് 2 ആണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു വിവരക്കണക്ക് പത്രത്തിൽ വരികയുണ്ടായി. ഒടുവിൽ മാതൃഭൂമി പത്രത്തിൽ ഇങ്ങനെ എഴുതി, ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല, ആരും ഒന്നും നേടിയുമില്ല എന്നുള്ളതാണ്. എല്ലാ പോരാട്ടങ്ങളിലും എല്ലാ പകയിലും എല്ലാ ശാഠ്യങ്ങളുടെ പിന്നിലും ഇതാണ് ദുരവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ബന്ധം ഈ ലോകത്തിൽ സ്ഥാപിതമാകണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ സംശ്ലേഷിതമായ ഈ ക്ഷമയുടെ അനുഭവത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശു കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഫർഗീവ് എന്നാണ് ക്ഷമയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക്.
ഈ FOR എന്ന ഈ കൊച്ചു പദം ഉപസർഗമായി വരുന്ന പദങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഫോർ ടേസ്റ്റ്, മുൻകൂട്ടി രുചിക്കുക. ഫോർ നോളജ്, മുന്നറിവ്. അങ്ങനെയാണെങ്കിൽ ഫർഗീവ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നൽകേണ്ടതാണ്. ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതല്ല, മറിച്ച് ഞാൻ അങ്ങോട്ട് ആദ്യം കൊടുക്കേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, ആദ്യം അങ്ങോട്ട് നൽകേണ്ടതാണ് ഫർഗീവ് എന്ന ഈ പദം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും വിശ്വവിഖ്യാതമായ ആ ചെറിയ കഥ പരിശോധിച്ചാൽ അറിയാം. അവിടെ ധൂർത്തപുത്രൻ മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് അപ്പൻ്റെ ചെയ്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 15:21. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. 5 വെർബുകളാണ് ആ മടങ്ങി വന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 1 കണ്ടു, 2 മനസ്സലിഞ്ഞു, 3 ഓടിച്ചെന്നു, 4 കെട്ടിപ്പിടിച്ചു, 5 ഉമ്മ കൊടുത്തു. ഇങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 5 വെർബുകളിലൂടെ, 5 ക്രിയകളിലൂടെ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ ആ പിതാവ് സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളിലും ഈ സ്വീകാരത്തിൻ്റെ കരം നീട്ടുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രൂശിത രൂപം തന്നെ ഇങ്ങനെയാണല്ലോ. അത് എല്ലാവരെയും സ്വീകരിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരടയാളമായി ഇങ്ങനെ ലോകമധ്യേ നിൽക്കുന്നു. എല്ലാവരെയും സ്വീകരിക്കുന്ന, എന്തും സ്വീകരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, പൊറുക്കുന്ന, ക്ഷമിക്കുന്ന ഒരു ജീവിതാനുഭവമായി അത് മാറുന്നു. ക്രിസ്തു ദൈവപുത്രനാണ്. ക്ഷമയുടെ സൗന്ദര്യമാണ് ദൈവപുത്രൻ്റെ സൗന്ദര്യം. നമുക്കറിയാം, യാക്കോബും യേശാവും തമ്മിലുള്ള ആ ഒരു സംവാദത്തിലും ഒടുവിൽ യേശാവ് എല്ലാം ക്ഷമിക്കുകയാണ്. ക്ഷമിക്കുന്ന സമയത്ത് യാക്കോബ് അറിയാതെ പറഞ്ഞു പോകുന്നു, നിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, ദൈവത്തിൻ്റെ മുഖം പോലെയാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ ഈ ക്ഷമയുടെ സൗന്ദര്യമുള്ളപ്പോൾ നമ്മുടെ മുഖവും ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖമായി മാറുന്നു. ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന, മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു പ്രാർത്ഥനാക്കാരനാകാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. ആമേൻ.